പാഠഭാഗമായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നമസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമസ്കാരം നമ്മുടെ ഇസ്ലാം കാലം രണ്ടാമത്തേതാണ്. നമസ്കാരത്തെ ഉപേക്ഷിക്കുകയോ അതിൽ അലംഭാവം കാണിക്കുകയോ ചെയ്യുന്നതിനെതിരെ ഇസ്ലാം ശക്തമായി താക്കീത് നൽകുന്നു. നരകവാസികളോട് അവർ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം അന്വേഷിക്കുന്നതിനും ഖുർആൻ ഇപ്രകാരം വിവരിക്കുന്നു: നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നതിൽ പെട്ടിരുന്നില്ല, ഞങ്ങൾ അതിഥികൾക്ക് ആഹാരം നൽകിയിരുന്നില്ല. സത്യനിഷേധികളിൽ നിന്ന് വിശ്വാസികളെ വെറുക്കുന്നതിനുള്ള ചിഹ്നമായിട്ടാണ് നമസ്കാരത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള അധികാരിക നമസ്കാരമാണ്. അത് ആര് ഉപേക്ഷിച്ചുവോ അത് അവിശ്വാസിയായിരുന്നു. അപ്പോൾ ഐഷ റളിയല്ലാഹു ചോദിച്ചു, മുമ്പും പിമ്പുമുള്ള സർവ്വപാപങ്ങളും ബോധപ്പെട്ടിരിക്കെ താങ്കൾ എന്തിനാണ് പ്രകാരം നമസ്കരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയുടെ ദാസനാകേണ്ടതില്ലേ? ഹദീസിൽ പറയുന്നു, നമസ്കാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമൊക്കെ പഠിപ്പിക്കുന്ന പ്രവാചകൻ അവസാനം ലോകശൈലിയിൽ വെച്ച് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞു. അതിന്റെ കാര്യഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ടായിരുന്നു മരണപ്പെട്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു.